ജാനിക്കുട്ടിയാ. ആ, നീ എവിടുന്ന് വിളിക്കുന്നടി? വീട്ടിൽ നിന്നാണോ? അതെ അച്ഛമ്മേ, ഞങ്ങൾ വീട് മാറിയ കാര്യം അറിഞ്ഞായിരുന്നു. എന്നോട് ആരും പറഞ്ഞില്ല. എങ്ങോട്ട് വീട് മാറി? അമ്മയ്ക്ക് എറണാകുളത്തോട്ട് മാറ്റം കിട്ടി. ഇപ്പൊ വയറ്റിലെന്ന് പറയുന്ന സ്ഥലത്താ. ഇവിടെ ഒരു വീട് വാടകയ്ക്കെടുത്തു. വിജയം പോലും എന്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എത്ര ദിവസമായി? ഒരാഴ്ച ആവുന്നേ ഉള്ളൂ അച്ഛമ്മേ. അച്ഛൻ പറയാൻ മറന്നുപോയതായിരിക്കും. എന്നാലും അവന്റെ പെറ്റ തള്ളയല്ലേ ഞാൻ. അങ്ങനെ ഒരു മറവി കൊള്ളുകയല്ലോ. അച്ഛമ്മ ഇങ്ങോട്ടൊന്ന് വരുമോ? ഞാൻ വീടും സ്ഥലവും അഡ്രസ്സും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. എന്താടി പ്രശ്നം? അച്ഛമ്മേ, 195% മീതെ മാർക്ക് വാങ്ങിയാ ഞാൻ +2 പാസ്സായത്. പക്ഷെ അച്ഛനും അമ്മയും എന്നെ പഠിക്കാൻ വിടുന്നില്ല. അതെന്താ അങ്ങനെ? അമ്മ സമ്മതിക്കുന്നില്ല. അച്ഛനാണെങ്കിൽ ചോദിക്കുമ്പോഴൊക്കെ ആലോചിക്കാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുക. പഠിച്ചാലല്ലേ അച്ഛമ്മ എനിക്കൊരു ഭാവിയുള്ളൂ. അച്ഛമ്മ വന്ന് അച്ഛനോടൊന്ന് സംസാരിക്കണം. അതിനെന്താടി, ഞാൻ വരാം. അമ്മയ്ക്ക് ഒട്ടും മനസ്സിൽ എന്നെ പഠിപ്പിക്കാൻ അച്ഛനും അത്ര താല്പര്യം പോരാ. പറഞ്ഞ മോളെ, ഞാൻ കേൾക്കുന്നുണ്ട്. എനിക്കൊരു കല്യാണാലോചന വന്നായിരുന്നു. എന്റെ കൂടെ പഠിച്ച കൂട്ടുകാരിയുടെ ബ്രദർ. എന്നിട്ട്